നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ധനസഹായമായിട്ടുള്ള 2000 രൂപ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിലവിൽ 19 ഗഡുക്കളിലൂടെ 38,000 രൂപ നമുക്ക് നൽകി കഴിഞ്ഞു. ഈ പദ്ധതി ഇപ്പോൾ നമുക്ക് 20ാമത്തെ ഇൻസ്റ്റാൾമെന്റ് അത് ലഭിക്കേണ്ട സമയം പിന്നിട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ജൂൺ മാസം ലഭിക്കേണ്ട സഹായം, അതായത് കാലാവധിയുടെ 4 മാസ കാലാവധിയാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ 3ാം മാസത്തിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട സഹായമാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം സർക്കാർ ഇതേ രീതിയാണ് സ്വീകരിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം 4ാം മാസവും അവസാനിക്കാറായിട്ടുണ്ട്. അതായത് വിതരണ പീരീഡിന്റെ അവസാന മാസത്തിലെത്തി നിൽക്കുകയാണ്. ഈ ധനസഹായം നിർത്തുകയാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കർഷകരോട് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ കരമടച്ച രസീതുമായിട്ട് കോമൺ സർവീസ് സെന്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID ഇത് നമ്മൾ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ധനസഹായം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് നമ്മളുടെ കരമടച്ച രസീത് തന്നെയാണ് സ്ഥലത്തിൻ്റെ. അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കൂടി കൊണ്ടുപോകണം. അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലും എല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല വളരെ വേഗം ഇത് പൂർത്തീകരിക്കാവുന്ന പ്രക്രിയയുമാണ്. അതിനുശേഷം കർഷകർക്ക് ഒരു ID ജനറേറ്റ് ആവുകയും ഇതായിരിക്കും ഭാവിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് പ്രധാന മാനദണ്ഡമാവുകയും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പദ്ധതി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികൾ, മറ്റ് സബ്സിഡികൾ, അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ 50% വിലക്കിഴിവിൽ ലഭിക്കുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ ജൈവവള സബ്സിഡി, രാസവള സബ്സിഡി, ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾക്ക് ഇത് പ്രധാന മാനദണ്ഡമാകും. അപ്പോൾ കർഷക ID എടുത്തിട്ടില്ല എങ്കിൽ അത് ഈ 2025 ജൂലൈ 31-ാം തീയതിയാണ് കേരളത്തിലെ കർഷകർക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി. ആ കർഷക ID എടുക്കാനുള്ള അവസാന തീയതി. ഇത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് എല്ലാ ഓൺലൈൻ സർവീസ് സെൻ്ററുമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ എത്രയും വേഗം ഇത് പൂർത്തിയാക്കാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഇത് അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം നിർത്തുകയാണോ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു മറുപടി കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. വിതരണം വൈകിയിട്ടുണ്ട് എങ്കിലും വിതരണം കൃത്യമായിട്ട് നടത്തുമെന്ന് ഈ സമയത്ത് അറിയിപ്പ് വരികയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ്, ലാൻഡ് റെക്കോർഡ്, അതോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൻ്റെ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ വന്ന അറിയിപ്പും പ്രകാരമാണിത്. അതുമാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതിയെ സംബന്ധിച്ച് നിലവിൽ ഇത്തരത്തിൽ വിവിധ അറിയിപ്പുകൾ വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ, അതായത് ഹോം പേജിൽ തന്നെ ഉണ്ടാകും. ആ ഹോം പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആശങ്ക വന്നിരുന്ന കിസാൻ സമ്മാൻ നിധി നിലയ്ക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ട് മറുപടി കൂടിയാണ് ഈ ഒരു അറിയിപ്പ്. 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വളരെ വൈകാതെ ഉണ്ടാകും. അതിൻ്റെ തീയതി കൃത്യമായിട്ട് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെയായിരിക്കും സർക്കാർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സമയത്ത് അറിയിക്കുന്നത്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകരാണ് എങ്കിലും ഇനി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് വായ്പ ആവശ്യമാണ് എങ്കിൽ 4% വാർഷിക പലിശ നിരക്കിൽ ലോൺ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി, നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂടി അനുസരിച്ചാണ്, ചെയ്യുന്ന വിളയം ആശ്രയിച്ചാണ് നമുക്ക് വായ്പാ പരിധി ബാങ്കുകൾ നിശ്ചയിക്കുന്നത്. പ്രധാനമായിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവിടെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോണിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് സിവിൽ സ്കോറൊക്കെ ഉള്ള, അതോടൊപ്പം മറ്റു ബാധ്യതകളൊന്നും ഇല്ലാത്തവർക്ക് ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുകയും ചെയ്യാം. ഈടില്ലാതെ തന്നെ പരമാവധി 2 ലക്ഷം രൂപയും, ഈട് കൂടി സമർപ്പിച്ച് ലോൺ ആവശ്യമുള്ളവർക്ക് പരമാവധി 5 ലക്ഷം രൂപയുമായിരിക്കും ഈ 4% പലിശ നിരക്കിൽ ലഭിക്കുന്നത്. ബാക്കി പലിശ നിരക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി വന്ന് നികത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4% മാത്രമേ പലിശ നിരക്കാവുന്നുള്ളൂ എന്ന് നമ്മൾ അറിയിച്ചത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.